എൻ്റെ പേര് സന്തോഷ് കുമാർ. ഞാൻ താമസിക്കുന്നത് താനൂർ തെയ്യാലങ്ങലാണ്. പലപ്പോഴും പല സ്ഥലത്ത് വെച്ചും ദൈവം എന്ന് പറയുന്ന ആൾ ആരാണ്, എന്താണ്, ഞാൻ ദൈവത്തിനെ വളരെ വിശ്വസിക്കുന്ന ആളാണ്. പലയിടത്തും വെച്ച് എനിക്ക് വാക്കുകൾ മുട്ടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി പറയാൻ പലയിടത്തും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. തെയ്യാലങ്ങക്കാരനായ സന്തോഷ് കുമാറിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ചിരിക്കേണ്ട ചോദ്യമല്ല, ചിരിച്ചു തള്ളേണ്ട ഒരു ചോദ്യമല്ല, വളരെ പ്രസക്തമാണ് ചോദ്യം. ഇതെല്ലാവരും ദൈവം ദൈവം അല്ലാ എല്ലാം പലതും പറയുന്നുണ്ട്. എന്താ ഈ സാധനം, എന്താണിത്? ഇതൊന്ന് പറഞ്ഞതാ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ട ചോദ്യമാകുന്നു. ചോദിച്ചത് മറ്റാരുമല്ല, നജറാനിലെ ക്രൈസ്തവർ. നജറാനിൽ നിന്ന് വന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ സംഘം പ്രവാചകനോട് ചോദിച്ചു, നീ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആരാണ് നിന്റെ അള്ളാഹ്? ഞങ്ങൾ പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേർന്ന ഏകദൈവം, ഞങ്ങളുടെ ദൈവം അതാ. നീ പറയുന്ന അള്ളാഹ് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു അല്പനേരം ഈ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പകച്ചു. കാരണം ഒരൊറ്റ ചോദ്യം, ആരാണ് അള്ളാഹ് എന്ന് ചോദിക്കുമ്പോൾ സൃഷ്ടാവ് തമ്പുരാൻ, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷേ എങ്ങനെയാണ് ഇവർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്? അതാ പടച്ച തമ്പുരാന്റെ വചനങ്ങൾ മണിമണിയായി വരുന്നു. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 4 വചനങ്ങൾ സട്ടാവായ തമ്പുരാനെ കൃത്യമായി പരിചയപ്പെടുത്തുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് സർവേശ്വരനായ തമ്പുരാൻ? പറയുക കാര്യം, അവൻ ഏകനാണ് എന്നതാണ്. ഏകനും അദ്വിതീയനുമാണ് അവൻ. എല്ലാ അർത്ഥത്തിലും അസ്തിത്വപരമായി ഏകത്വം അവകാശപ്പെടുവാൻ സാധിക്കുന്ന സത്തയുള്ളവൻ. അതോടൊപ്പം തന്നെ അവനെപ്പോലെ മറ്റൊന്നുമില്ലാത്തവൻ ആരാണോ അവൻ. അവനാരാണ്? അല്ലാഹു സമദ്. സമദാണവൻ. ആരാണ് സമദ് എന്ന് പറഞ്ഞാൽ? സമദ് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ. എന്നാൽ എല്ലാം ആരെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് അവൻ. ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, എന്നാൽ എല്ലാം എന്തിനെ ആശ്രയിച്ചാണോ നിലകൊള്ളുന്നത് അവൻ. ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. അവൻ ആരെയെങ്കിലും ജനിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. പിന്നെയോ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് അവൻ അറിയാൻ കഴിയോ? ഇല്ല. ഒന്നുമായും അവനെ സാദൃശ്യപ്പെടുത്തുവാൻ അവന് സമാന്തരമായി യാതൊന്നും തന്നെ ഇല്ല. ഇതാണ് സൃഷ്ടാവായ തമ്പുരാൻ. ഏകനായ, അദ്വിതീയനായ, ആശ്രയം ആവശ്യമില്ലാത്തവനായ, എല്ലാം ആശ്രയിച്ചു നിൽക്കുന്നവനായ, ആരും ജനിപ്പിച്ചിട്ടില്ലാത്ത, ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത, ഒന്നുമായും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത സർവേശ്വരനായ തമ്പുരാൻ. ഈ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഈ 4 ആയത്തിൽ പറഞ്ഞ ക്വാളിറ്റീസ് നിങ്ങൾക്ക് നൽകാൻ കഴിയുക ആർക്കാണോ അവനെ നിങ്ങൾ ദൈവമായി അംഗീകരിച്ചോളൂ, സൃഷ്ടാവായി അംഗീകരിച്ചോളൂ. ഞാൻ സൃഷ്ടാവും സംരക്ഷകനുമായ ഈ ക്വാളിറ്റീസ് 4 നൽകുവാൻ ആർക്ക് നിങ്ങൾക്ക് കഴിയുമോ അവനെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ. അത് ആരാവട്ടെ, നിങ്ങൾ ആരെ വിളിച്ചോളൂ, ആരെ പ്രാർത്ഥിച്ചോളൂ. ഈ 4 ക്വാളിറ്റീസ് നൽകാൻ കഴിയുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. 4 ആയത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ നൽകാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി. നിങ്ങളുടെ ആരാധ്യന്മാരാരായിരുന്നാലും ആ ആരാധ്യന്മാർക്ക് ആർക്കെങ്കിലും ഈ 4 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളിലെ 4ഉം യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അത് മനുഷ്യ ദൈവങ്ങളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, ശവകുടീരങ്ങളാകട്ടെ, അതല്ല പ്രാർത്ഥിക്കപ്പെടുന്ന മറ്റ് പുണ്യപുരുഷന്മാരാകട്ടെ, ആര് തന്നെയാകട്ടെ, ഈ 4 കാര്യങ്ങൾ അവരിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒരിക്കലും സൃഷ്ടാവായ തമ്പുരാനിലല്ലാതെ, അള്ളാഹുവിലല്ലാതെ ഈ 4 കാര്യങ്ങൾ, ഈ 4 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, 4 കേവല കാര്യങ്ങളല്ല, ഇത് 4 ആയത്തുകളിൽ പറഞ്ഞ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ, അത് ഉൾക്കൊള്ളുന്നതായി മറ്റൊന്നും തന്നെയില്ല. സൃഷ്ടാവായ തമ്പുരാൻ, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഏകനാണ്, അദ്വിതീയനാണ്. അവൻ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എല്ലാം അവനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവനാണ്. അവൻ്റെ കഴിവുകൾ മറ്റാരിൽ നിന്ന് നേടിയെടുത്തതല്ല. അവൻ ജനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവന് കഴിവുകൾ പിത്രാർജിതമായി ലഭിച്ചതല്ല. അതേപോലെ തന്നെ അവൻ്റെ കഴിവുകൾ മറ്റാർക്കെങ്കിലും പൂർണ്ണമായി അവൻ ദാനമായി നൽകിയതല്ലാതെ പാരമ്പര്യമായി നൽകപ്പെട്ടിട്ടുമില്ല. അവൻ ജനിച്ചിട്ടില്ല. അവൻ ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. അതേപോലെ തന്നെ അവനെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അവനെ അറിയാൻ മാർഗങ്ങൾ
ഈ അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാൻ ഈ പ്രപഞ്ചത്തിലെ ഒന്നുമായും സാദൃശ്യപ്പെടുത്തി അവനെ മനസ്സിലാക്കാൻ അറിയാൻ നമുക്ക് സാധ്യമല്ല. അവൻ്റെ പ്രവാചകന്മാരിലൂടെ അവൻ പഠിപ്പിച്ചു തന്ന അറിയിച്ചു തന്ന കാര്യങ്ങൾ മാത്രമേ അവനെക്കുറിച്ച് അറിയാൻ നിർവാഹമായിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ, ഈ 4 ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആണ് സ്രഷ്ടാവിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നൽകുന്ന വെളിച്ചം എന്ന് സൂചിപ്പിക്കും. എൻ്റെ പേര് KV ഗണേശൻ, ഉള്ളണത്താണ്. എൻ്റെ പേര് KV ഗണേശൻ, ഉള്ളണത്താണ്. ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വഴി തെറ്റിലേക്കാണല്ലോ ഇന്ന് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിങ്ങളെ ഇതിൽ തന്നെ നമ്മൾ കേട്ടു ഇതിൻ്റെ പിന്നിൽ ഒരു ഇബ്ലീസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഇബ്ലീസ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ആ ഇബ്ലീസിനെ ഇല്ലാതാക്കി കൂടെ ഇരുന്നോ, എങ്കിൽ മനുഷ്യൻ വഴി തെറ്റിപ്പോയില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് വ്യക്തമായൊരു മറുപടി കിട്ടിയാൽ. സുഹൃത്തിൻ്റെ ചോദ്യം, എല്ലാം സൃഷ്ടിച്ച കരുണാപരനായ തമ്പുരാന് ഇബ്ലീസിനെ ഇല്ലാതാക്കി കൂടായിരുന്നോന്ന്. എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ലൊരു ചോദ്യമാണത്. തീർച്ചയായും ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, സൃഷ്ടാവായ തമ്പുരാനോടാണ്. പക്ഷേ ഈ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇബ്ലീസ് ഉണ്ട്, അല്ലെങ്കിൽ പൈശാചിക ശക്തികളുണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് ആകർഷിക്കാൻ. ഇതുണ്ടായിട്ട് വേറൊരു ജീവി വർഗത്തെയും തിന്മയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. വേറൊരു ജീവി വർഗത്തെയും അത് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ലോകത്ത് എത്ര ജീവിവർഗങ്ങളുണ്ട് അല്ലേ? ചെറുതും വലുതുമായ ജീവിവർഗങ്ങൾ, അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവിവർഗങ്ങൾ, ഏകകോശ ജീവി മുതൽ അല്ലെങ്കിൽ അമീബയേക്കാൾ ചെറിയ വൈറസിനെ പോലെയുള്ള ഒരു കോശമുണ്ടെന്ന് പറയാൻ പോലും പറ്റാത്ത ജീവി മുതൽ ഭീമാകാരമായ നീലത്തിമിംഗലം വരെയുള്ള ജീവികൾ. ആ ജീവികളെ ഒന്നിനും വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അവ എന്താണ്? പ്രകൃതിയുടെ ഭാഗമാണ്. അവക്ക് നൽകപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നന്മയും തിന്മയും പ്രവർത്തിക്കുവാൻ പടച്ചതമ്പുരാൻ കഴിവ് നൽകിയത് കൊണ്ടാണ് അവൻ തെറ്റിലേക്ക് പോകുന്നത്. ഇവിടെ പൈശാചിക ശക്തി ഇല്ലെങ്കിലും അവന് തെറ്റ് ചെയ്യുവാൻ, സെലക്ട് ചെയ്യുവാൻ അഥവാ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുകൊണ്ട് തന്നെ അവന് തെറ്റ് ചെയ്യാൻ കഴിയും. പൈശാചിക ശക്തി എന്താ ചെയ്യുന്നത്? തെറ്റിലേക്ക് മനുഷ്യരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അവിടെ മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയാണ് നന്മ ചെയ്യുവാൻ കഴിയുമെന്നതും തിന്മ ചെയ്യുവാൻ കഴിയുമെന്നതും. പരിശുദ്ധ ഖുർആൻ മനുഷ്യാസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ രണ്ട് ആത്യന്തികതകളെയും കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-5 വചനങ്ങളാണ്. മനുഷ്യനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു, അവനിൽ അധമനാക്കുകയും ചെയ്തു. ഈ 2 അസ്തിത്വങ്ങളും മനുഷ്യനുള്ളതാണ്. നമുക്കറിയാലോ, ജീവിവർഗത്തിലൊന്നും തന്നെ ചീത്ത ജീവിയും നല്ല ജീവിയുമില്ല. ജൈവലോകത്തൊന്നും തന്നെ ചീത്ത ജീവി നല്ല ജീവിയുണ്ടോ? ഇല്ലല്ലോ. കാട്ടിൽ നമ്മൾ ഈ സോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും നമ്മൾ പറഞ്ഞതാണ് അവിടുത്തെ നല്ല സിംഹത്തെയും ചീത്ത സിംഹത്തെയും കുറിച്ച്. നമ്മൾ പറഞ്ഞതാണ് കുറുക്കനെ മന്ത്രിയാക്കിയതും രാജാവായിട്ട് സിംഹത്തിനാക്കിയതും നമ്മളെ കഥാകാരന്മാരാണ്. പാവം കുറുക്കന് പറഞ്ഞിട്ടില്ല, സിംഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയൊന്നും തന്നെ തിന്മയില്ല. തിന്മയില്ല എന്ന് പറഞ്ഞാൽ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് അവ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ലോകത്തോ മനുഷ്യന് ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ ആവശ്യമായി വരുന്നു, വിദ്യാലയങ്ങളിൽ പോകേണ്ടി വരുന്നു, പോലീസ് സ്റ്റേഷൻ വേണ്ടി വരുന്നു, നിയമകൂടങ്ങൾ വേണ്ടി വരുന്നു, ഭരണകൂടങ്ങൾ വേണ്ടി വരുന്നു. ഇല്ലെങ്കിലോ സർവത്ര കുഴപ്പമായിരിക്കും. ജീവികളുടെ ലോകത്ത് പോലീസ് സ്റ്റേഷനുണ്ടോ? നിയമകൂടുണ്ടോ? ഭരണകൂടുണ്ടോ? ആരെങ്കിലും ഭരിക്കാനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ല. മനുഷ്യൻ്റെ ലോകത്ത് ഒരു 5 മിനിറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ലോകത്ത് ഒന്നിച്ചെല്ലാ UN ഒന്നിച്ച് പാസ്സാക്കി ഒരു 5 മിനിറ്റ് നേരം, 5 മിനിറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. ആർക്കും എന്തും ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമി തന്നെ ചിലപ്പോൾ താറുമാറായി പോകും അല്ലേ? ഭൂമി തന്നെ നിലനിൽക്കൂല ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാവരും വിട്ടാൽ.
ആ മനുഷ്യൻ്റെ കുലത്തിൽ മാത്രമാണ് ആ സവിശേഷത. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകിയ ബഹുമാന്യതയാണ്, ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ സവിശേഷതയാണ് ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് മനുഷ്യന് തെറ്റുകാരനും നന്മ ചെയ്യുന്നവനുമാകാൻ കഴിയുന്നത്. അത് മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയാണ്, ബഹുമാന്യതയാണ്, ഔന്നത്യമാണ്. മലക്കുകളോട്, മാലാഖമാരോട് ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കാൻ പോവാണെന്ന്. ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന്, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട, പ്രകൃതിയെ ഉപയോഗിക്കുവാനും ഉപഭോഗിക്കുവാനും കഴിയുന്ന ജീവി. ഇത് മനുഷ്യൻ്റെ മാത്രം സവിശേഷതയാണ്. ആ മനുഷ്യന് നന്മ ചെയ്ത് ഉന്നതനാകാൻ കഴിയും, തിന്മ ചെയ്ത് അധമനാകാൻ കഴിയും. ആ മനുഷ്യൻ്റെ ഈ സവിശേഷതയുള്ളത് കൊണ്ടാണ് പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് പിശാച് മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ സർവശക്തനായ തമ്പുരാൻ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെ ഒരു കൂട്ടുകാരനെ മനുഷ്യ ഓരോ വ്യക്തിയോടൊപ്പവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ? മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുവാൻ പൈശാചികമായ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഓരോ വ്യക്തിയോടൊപ്പവും സർവേശ്വരനായ തമ്പുരാൻ അവനെ നന്മയിലേക്ക് പ്രലോഭിപ്പിക്കുവാൻ, നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ, നന്മയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നന്മയിലേക്ക് അവൻ്റെ മനസ്സിനെ, അവൻ്റെ ശരീരത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു നന്മയുടെ ശക്തിയെ, നന്മയുടെ മാലാഖയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടച്ചോൻ ഇവിടെ അനീതി കാണിച്ചിട്ടില്ല. അതേസമയം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടല്ലോ ഈ നന്മയുടെ ശക്തി നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ തെറ്റ് ചെയ്യുമ്പോൾ, ഏത് തെറ്റാവട്ടെ, ഏത് തെറ്റാട്ടെ, തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഏത് കർമ്മമാണെങ്കിലും ആദ്യത്തെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്താണല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്താ. എന്താ ഈ മനസാക്ഷി കുത്ത്? അടിസ്ഥാനപരമായി മനുഷ്യനെ നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഘടകങ്ങൾ പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മുടെ താല്പര്യത്തിന്, നമ്മുടെ ഭൗതികമായ ഇച്ഛക്ക്, നമ്മുടെ ശാരീരികമായ കേവലമായ മൃഗീയ തൃഷ്ണകൾക്ക്, പൈശാചിക തൃഷ്ണകൾക്ക് വശംവദമായി നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. പിശാചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ, അതിൻ്റെ പേരിൽ ദൈവം തമ്പുരാൻ അവനെ വിട്ടതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. കുറ്റക്കാർ നമ്മളാണ്. നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുവാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും ശക്തികളുണ്ട്. നന്മ എന്താണ്, തിന്മ എന്താണെന്ന് ദൈവം തമ്പുരാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അക്കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. കൃത്യമായ പ്രമാണങ്ങൾ അവതരിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക് വശംവദമാക്കുന്നുവെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ പേര് അഷ്റഫ്, സ്ഥലം മമ്പുറം. അക്ബർ സാറിൻ്റെ ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ സംവാദങ്ങളിലെല്ലാം ഹൈന്ദവത ഇസ്ലാം എന്ന ടൈറ്റിൽ പരാമർശിക്കുമ്പോൾ സ്റ്റേജിൽ ഒരു ഹൈന്ദവ പണ്ഡിതൻ ഉണ്ടാകൽ സ്വാഭാവികമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ആ ഒരു ഹൈന്ദവ പണ്ഡിതൻ്റെ അസാന്നിധ്യം പ്രത്യേകം ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിലൊരു സുപ്പീരിയറിറ്റി മനോഭാവമുണ്ടോ എന്ന എൻ്റെ സംശയത്തിനൊരു മറുപടി തരണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് മറ്റുള്ള മതങ്ങളുടെ, ദർശനങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതോടൊപ്പം ഇസ്ലാമിൻ്റെ മേധാവിത്വ ശക്തി പ്രകടമാക്കുന്ന ഒരു വേദിയായി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിനൊരു നിവാരണം അക്ബർ സാർ തരണം. അതോടെ അക്ബർ സാർ നേരത്തെ ഒരു മറുപടി പറഞ്ഞു, ഭഗവാൻ രജനീഷ് എന്ന്. അത് സാറിനെ പോലുള്ള ഒരാൾ പരാമർശിക്കാൻ പാടില്ലായിരുന്നു. ഭഗവാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ദൈവത്തെ ഉപമിക്കുന്ന ഒരു വാക്കായിട്ടാണ്. ഒരിക്കലും ഓഷോ രജനീഷിനെ പോലുള്ള ഒരാൾക്ക്, സാറിനെ പോലുള്ള ഒരാളിൽ നിന്ന് അത്തരമൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഓഷോ രജനീഷ് ഒരു ഉപകഥ പറഞ്ഞിട്ടുണ്ട്, അതായത് ഫിലോസഫികളെ കുറിച്ച്. അതിൽ മുല്ല നസറുദ്ദീനെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. മുല്ല നസറുദ്ദീനോട് ഒരു സുഹൃത്ത് പറഞ്ഞു, എന്നെ താങ്കളെപ്പോലെ സ്ത്രീകളാരും ശ്രദ്ധിക്കുന്നില്ല, അതെന്താണ് കാരണം? അപ്പോൾ മുല്ല നസറുദ്ദീൻ ആ സുഹൃത്തിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യുക, സ്ത്രീകളെ കാണുമ്പോൾ എപ്പോഴും അവരോട് അവരുടെ ബന്ധുക്കളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും പറയുക. അപ്പോൾ അവർക്ക് കൂടുതൽ നിന്നോട് സാമർത്ഥ്യം തോന്നുന്നു, താല്പര്യം തോന്നുന്നു. അങ്ങനെ ഒരു യുവതിയെ കാണുകയും അങ്ങനെ തൻ്റെ സുഹൃത്ത് ആ മുല്ല നസറുദ്ദീൻ്റെ ചോദ്യം ആ സ്ത്രീയോട് പറയുകയും, സ്ത്രീയെ കണ്ടപ്പോഴത്തൻ്റെ മുല്ല നസറുദ്ദീൻ്റെ സുഹൃത്ത് പറഞ്ഞാലോ, ഭവതിക്ക് എത്ര ബന്ധുക്കളുണ്ട്, ഭവതിക്ക് ഒരു സഹോദരനില്ലേ? അപ്പോൾ ഭവതി, അപരിചിതയായ ഭവതി പെട്ടെന്ന് പരിഭ്രമിക്കുകയും നിഷേധഭാവത്തിൽ തലയാട്ടുകയും ചെയ്തപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി തന്നെ സുഹൃത്ത് പറഞ്ഞാലോ, താങ്കൾക്കൊരു സഹോദരൻ ഉണ്ടാകുകയും
ആ സഹോദരന് നൂൽപുട്ട് ഇഷ്ടമാകുമെങ്കിലും എങ്ങനെയായിരിക്കുമെന്ന്. രണ്ടും പരസ്പര വിരുദ്ധമാണ്. ഫിലോസഫികൾ എപ്പോഴും നമ്മെ ഒരു കുരുക്കിലേക്കും ഒരു ആത്യന്തികമായ ഒരു മാനസിക സംഘർഷത്തിലേക്കും അല്ല നയിക്കുന്നത് എന്ന് എൻ്റെ സംശയത്തിന് അക്ബർ സാർ ഒരു മറുപടി തരണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ചോദ്യം ബാലിശമാണെങ്കിൽ സദയം എന്നോട് ക്ഷമിക്കുകയും വേണം. സുഹൃത്ത് അഷ്റഫ് ചോദിച്ചിട്ടുള്ളത് ചോദ്യം ബാലിശാണെങ്കിൽ ക്ഷമിക്കണം എന്നാണ്. ചോദ്യം ഉണ്ടായിട്ട് വേണ്ട ബാലിശാവൻ. ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പരിപാടിൻ്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഒന്ന്, ഹൈന്ദവത ഇസ്ലാം എന്നുള്ള ടൈറ്റിലിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ ഒരു ഹിന്ദു പണ്ഡിതൻ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് സുഹൃത്ത് പറയുന്നത്. സത്യത്തിൽ ഹിന്ദു പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് നമ്മൾ ക്രൈസ്തവ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ട് ഡിബേറ്റ് സംവാദം സംഘടിപ്പിക്കാറുണ്ട്. അതല്ലാതെ ഇതേപോലെയുള്ള ഓപ്പൺ ഡയലോഗ്സ് എന്ന് പറയുമ്പോൾ സദസ്സുമായിട്ടുള്ള സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. സദസ്സുമായിട്ടുള്ള സംവാദങ്ങൾ, അതാണ് ഇവിടെ തുറന്ന സംവാദം ഓപ്പൺ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇവിടുത്തെ അതിൻ്റെ സംഘാടകർ തീരുമാനിച്ചനുസരിച്ചാണ് അങ്ങനെ സംഘടിപ്പിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിഭാഗങ്ങളുമായി സംവദിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷ്യം ആരുടെയും അധീശത്വം സ്ഥാപിക്കാനല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് ശരിയെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഉള്ളവൻ. ഇസ്ലാമാണ് ശരിയെന്നും ഇസ്ലാമാണ് മോക്ഷത്തിൻ്റെ മാർഗം എന്നും വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ സമയം ഈ കാര്യങ്ങളും ചെലവഴിച്ചിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമാണ് ശരി എന്ന് സ്ഥാപിക്കും. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഓപ്പൺ ഡയലോഗ്സിൻ്റെ സവിശേഷത. ശരിയല്ലായ്മ ഇസ്ലാമിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ഹൈന്ദവ ദർശനത്തെ ഇസ്ലാമികമായി നോക്കിക്കാണാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തിയത്. അതല്ലാതെ ഹൈന്ദവ ദർശനത്തെ അദ്വൈതപരമായോ ദ്വൈതപരമായോ വിശിഷ്ടാദ്വൈതപരമായോ അല്ലെങ്കിൽ മാർസിയൻ കാഴ്ചപ്പാടിലോ അതല്ലെങ്കിൽ ചർവാകൻ്റെ കാഴ്ചപ്പാടിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാഴ്ചപ്പാടിലോ നോക്കിക്കാണാനല്ല. ഇസ്ലാമികമായി ഹൈന്ദവ ദർശനത്തെ നോക്കിക്കാണാനും ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ച അതേ ആശയങ്ങൾ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനും എന്ന് പഠിക്കാനും വേണ്ടിയുള്ളൊരു പരിശ്രമം അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇസ്ലാമികമായ ആശയങ്ങളെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, വിമർശിക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ. പിന്നെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത് കെട്ടുപിടിച്ചൊരു ഏർപ്പാടാണെന്നുള്ള കാര്യത്തെ സംശയമല്ല. അതിനു മുമ്പ് ഭഗവാൻ രജനീഷ് എന്നത് ഭഗവാൻ എന്നുള്ളത് ഞാൻ അംഗീകരിച്ചുകൊണ്ടല്ല, അത് അദ്ദേഹം സ്വയം വിളിച്ചൊരു പേര് പറയുമ്പോൾ അതിൽ പറയലാതെ നിർവാഹമില്ല എന്നുള്ളതുകൊണ്ടാണ്. സത്യസായി ബാബ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അസത്യമാണെന്ന് ബോധ്യം ഉണ്ടായിട്ടും സത്യസായി ബാബ എന്ന് പറയേണ്ടി വരുന്നത് ആ പേര് അദ്ദേഹം സ്വീകരിച്ചതുകൊണ്ടാണ്. അത് നമുക്ക് നിർവാഹമല്ല. ഭഗവാൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് കൊട്ടേഷനിൽ നമുക്ക് വർത്താനത്തിൽ ഇടാൻ പറ്റൂലല്ലോ എന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ കൊട്ടേഷനിൽ വായിച്ചാൽ മതി, രണ്ട് അവിടെയും പടി ഓരോ കൊട്ടേഷനിൽ വായിച്ചാൽ മതി, കേട്ടാൽ മതി എന്ന് പറയാനേ നിർവാഹമുള്ളൂ. ഭഗവാൻ അദ്ദേഹം സ്വയം സ്വീകരിച്ച പേരായതുകൊണ്ട് ഏതെങ്കിലും ഒരു രജനീഷ് അല്ലല്ലോ. എത്രയും മാതിരി നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രജനീഷുകളുണ്ട്. അപ്പോൾ രജനീഷ് എന്ന് പറയുമ്പോൾ എന്ത് സ്വയം ഭഗവാനായി പ്രത്യക്ഷപ്പെട്ട വ്യക്തി എന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്, നമ്മൾ അംഗീകരിച്ചതുകൊണ്ടല്ല. പിന്നീടുള്ള ഫിലോസഫിയുടെ കെട്ടുപാടുകളെ കുറിച്ചാണ്. രജനീഷിൻ്റെ ഫിലോസഫി തന്നെ, രജനീഷിൻ്റെ തത്വശാസ്ത്രം തന്നെ, ഓഷോയുടെ തത്വശാസ്ത്രം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ എന്താണ് അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി പറയാനുള്ളത് എന്നയാൾ പറയാതെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി അവസാനം വായനക്കാരനെ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ നിർത്തി ഭൂമിയിലേക്കൊറ്റ വിടൂല, സ്വർഗത്തിലേക്കൊറ്റ പൊക്കൂല എന്നുള്ളൊരവസ്ഥയിൽ വിടുന്ന ഒരു ഏർപ്പാടാണ് രജനീഷിൻ്റെ കൃതികളും പ്രഭാഷണങ്ങളും മൊത്തത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ത്രിശങ്കു സ്വർഗം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, ബുദ്ധി വ്യായാമം നടത്തുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും എല്ലാം ഭയങ്കര ആസ്വാദകരാണ്. കാരണം കുറേ കഥകളും കുറേ ഉപമാകഥകളും ഇവിടെ മുല്ലാ നസറുദ്ദീൻ്റെ കഥനെ കൊണ്ട് പറഞ്ഞ പോലെ പലതും ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ വേറെ ഏതോ ഒരു ലോകത്തിലേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ എന്താണ് യാഥാർത്ഥ്യം? ഇപ്പോൾ ഫിലോസഫികളൊന്നും വേണ്ടാന്ന് പറഞ്ഞു, കമ്മ്യൂണിസത്തിനെതിരെ പറഞ്ഞു, മുതലാളിത്തത്തിനെതിരെ പറഞ്ഞു, മതങ്ങൾ എന്നുള്ള മോചനം എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പിന്നെ മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് മാത്രം മുമ്പ് പറയില്ല. അവിടെയാണ് പ്രശ്നം. എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് രചനകളുണ്ട്. അതിലൊന്നും തന്നെ നിഷേധാത്മകമായി സമീപനമല്ലാതെ അത് തെറ്റ് ഇത് തെറ്റ് അല്ല വളരെ സുന്ദരമായിട്ട് സ്ഥാപിക്കും. പക്ഷേ എന്താണ് എന്നിട്ട് ശരി, എന്തിനാണ് മനുഷ്യൻ എത്തേണ്ടത്, എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്, എന്തായിരിക്കണം ജീവിതത്തിൻ്റെ മാർഗം എന്ന് കൃത്യമായി അത്തരം ഫിലോസഫേഴ്സ് ഒന്നും പറയാറില്ല. ഓഷോ രജനീഷ് മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പോൾ ജിദ്ദു കൃഷ്ണമൂർത്തിയെ പോലെയുള്ള ഫിലോസഫിയുടെ അറ്റം കണ്ട ആധുനികൻ എന്നാണ് ജിദ്ദു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് പറയാറുള്ളത്. അവരുടെ എല്ലാം തന്നെ ആ സ്ഥിതി ഏകദേശം ഈ കോലത്തിലാണ്. പിന്നുള്ളത് ഈ ഫിലോസഫികൾ മനുഷ്യനെ ഈ കെട്ടുപാടിലേക്ക് നയിക്കുന്നുള്ളത് ശരിയാണ്. അതും രജനീഷിൻ്റെ ഫിലോസഫി അടക്കമുള്ളതാണ് എന്നുള്ളതാണ് സത്യം. അതേസമയം മതം ഫിലോസഫിയുടെ ബേസിസിലുള്ള ജീവിതമാണ്. അത് കേവലമായ കെട്ടുപാടിലേക്ക് നയിക്കുന്ന കേവലമായ ദാർശനിക ചർച്ചയല്ല.
ജീവിതത്തിനുള്ള കൃത്യമായ മാർഗദർശനമാണ്. മതം കേവലം ദാർശനിക ചർച്ച നടത്തുന്നില്ല. സൃഷ്ടാവായ തമ്പുരാൻ ആരാധിക്കണം എന്ന് സ്ഥാപിച്ചപ്പോൾ തന്നെ ഖുർആൻ പറഞ്ഞ എന്താ? ഈ സൃഷ്ടാവായ തമ്പുരാൻ ആരാധിക്കണം എന്തിനാ? സൃഷ്ടാവായ തമ്പുരാന് വല്ല ആവശ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മാലുക്കളായി ജീവിക്കാനാണെന്ന്. അത് കാരണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ ഐഡിയോളജിയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും എല്ലാം സ്വാധീനിക്കേണ്ടതുണ്ട്. ആ സ്വാധീനമാണ് ഇസ്ലാം മതം എന്ന് പറയുമ്പോൾ തന്നെ വിവക്ഷിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാമിക സിദ്ധാന്തങ്ങളാകട്ടെ ഒന്നിൻ്റെയും മേലെ അധീശത്വം സ്ഥാപിക്കേണ്ടതില്ല. അത് ആരും സ്ഥാപിക്കേണ്ടതില്ല. അത് സ്വയം തന്നെ അത് ആദർശപരമായി അധീശത്വത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. പരിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 33-ാമത്തെ വചനത്തിൽ പടച്ച തമ്പുരാൻ പറഞ്ഞത്, അവനാണ്, സർവേശ്വരനായ തമ്പുരാനാണ് സത്യമാർഗവും സന്മാർഗദർശനവും സത്യമതവും കൊണ്ട് പ്രവാചകനെ പറഞ്ഞയച്ചത്. സത്യമതത്തിൻ്റെ സവിശേഷത ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും സകല പ്രത്യയശാസ്ത്രങ്ങളുടെയും മുകളിൽ അധീശത്വം സ്ഥാപിക്കുമെന്നുള്ളതാണ്. മുശ്രിക്കുകൾ എത്ര തന്നെ വെറുത്താലും ശരി, ആ ആദർശപരമായ അധീശത്വം ദൈവിക ദർശനത്തിനുണ്ടാകും. അത് ദൈവിക ദർശനം എന്ന് പറയുമ്പോൾ അത് മുഹമ്മദ് നബി കൊണ്ടുവന്നൊരു ദർശനം എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. ലോകത്ത് എവിടേക്ക് കടന്നു വന്ന പ്രവാചകന്മാരായിരുന്നാലും അവർ പഠിപ്പിച്ച ദർശനം മറ്റ് ഏത് തത്വശാസ്ത്രത്തിനും അക്കാലഘട്ടത്തിലോ പിൽക്കാലഘട്ടത്തിലോ നിലനിന്ന ഏത് തത്വശാസ്ത്രത്തിനും മുകളിൽ അധീശത്വം സ്ഥാപിക്കുക തന്നെ ചെയ്യും. അത് ചരിത്രത്തിൻ്റെ പാഠമാണ്. സാർ, അതിനോട് ബന്ധപ്പെട്ടൊരു ചോദ്യം. അതായത് ഈ ഇന്ത്യൻ കേരളീയ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും വൈകാര്യമായ അവസ്ഥ ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം ഒരു സംവാദത്തിലൂടെ ഇസ്ലാമിൻ്റെ ഈ മേന്മ പറയുമ്പോൾ അത് കൂടുതൽ സങ്കുചിതത്തിലേക്കും സാമൂഹ്യമായ സങ്കുചിതത്തിലേക്കും സമൂഹത്തെ നയിക്കുകയല്ലേ ഉണ്ടാവുക? കേരളീയമായ സാഹചര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ കൂടുതൽ സങ്കുചിതത്വത്തിലേക്കല്ല പോവാന്നാണ് ചോദ്യം. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ്. എൻ്റെ വ്യക്തിപരമായ കഴിഞ്ഞ 8 വർഷക്കാലമായുള്ള അനുഭവം, ഈ കൊടുക്കൽ വാങ്ങലുകൾ സമൂഹത്തെയും വ്യക്തികളെയും ആദർശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഉത്ഭൂതമായ സങ്കുചിതത്വങ്ങളിൽ നിന്നും അതോടൊപ്പം തെറ്റിദ്ധാരണകളിൽ നിന്ന് ഉത്ഭൂതമായ വെറുപ്പിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുവാനുമാണ് നിമിത്തമായിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ വൈയക്തികമായ അനുഭവം. ഇതേപോലുള്ള സംവാദങ്ങളിൽ, വേദികളിൽ വെച്ച് തന്നെ സംവാദങ്ങളിൽ പങ്കെടുത്ത പല സുഹൃത്തുക്കളും വേദിക്ക് ശേഷം നമ്മൾ പച്ചയായി തന്നെ ഇസ്ലാമിൻ്റെ സത്യതയെക്കുറിച്ച്, ഇസ്ലാം സത്യമാണെന്നുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെക്കുറിച്ച് പച്ചയായി ഉറക്കെ പറഞ്ഞിട്ടും സ്വാഭാവികമായിട്ട് അവർ പറയുമ്പോൾ നമ്മൾ മാന്യമായി വിമർശിക്കേണ്ടി വരും, നമ്മൾ പറയുമ്പോൾ അവർക്കും മാന്യമായി വിമർശിക്കേണ്ടി വരും. ഇങ്ങനെയെല്ലാമായിരുന്നിട്ടും ഇതേപോലെയുള്ള അവസരങ്ങൾ അനിവാര്യമാണ് എന്ന് തുറന്നു പറയുകയും ഇത് ഇസ്ലാമിനെക്കുറിച്ച് ഇതേപോലെ മനസ്സിലാക്കുവാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലല്ലോ എന്ന് വിലാപത്തോടു കൂടി പറയുകയും വേദിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടുതൽ ദൂരേക്കൊന്നും പോകേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കാസറ്റുകൾ നമ്മുടെ വേദിയിൽ തന്നെ ലഭിക്കും. പെരിന്തൽമണ്ണയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംവാദം, ഇതേ വിഷയത്തിൽ നടന്നൊരു സംവാദം. ഞാൻ ഇതേ വിഷയമായതുകൊണ്ടാണ് പെരിന്തൽമണ്ണ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. അതിൽ പങ്കെടുത്ത ആളുകളാകട്ടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ, പ്രൊഫസർ ഡോക്ടർ പൂന്തയത്ത് രാമചന്ദ്രൻ സാർ, കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാസ്റ്റർ, അല്ലേ? ഗോപാലൻകുട്ടി മാസ്റ്റർ. ഈ 2 പേരും വേദിയിലുണ്ടാവുകയും സദസ്സിൽ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഉണ്ടാവുകയും ഇസ്ലാമിനെ വിമർശനാത്മകമായി തന്നെ വിശകലനം ചെയ്തുകൊണ്ട് അവർ ചോദിക്കുകയും സ്വാഭാവികമായും ഇസ്ലാമിൻ്റെ ഉത്തരങ്ങൾ പറയുകയും ഇവർക്കുള്ള വിമർശനങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അതോടൊപ്പം തിരിച്ചും പറയുകയും ഇതേപോലെ തന്നെ അവരോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയുകയും അവരോട് പിന്നെ ആ ഉത്തരത്തിന് നമുക്കുള്ള വിമർശനങ്ങൾ പറയുകയും അതിനും അവർ മറുപടി പറയുകയും എല്ലാം ചെയ്തുകൊണ്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവസാനമായി പൂന്തയത്ത് രാമചന്ദ്രൻ സാറ് പറഞ്ഞ വരികളേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇതേപോലെ ഇസ്ലാമിനെ അനുഭവിക്കാൻ, പരിചയപ്പെടാൻ, മനസ്സിലാക്കുവാൻ
അവസരം ലഭിച്ചിട്ടില്ല, എനിക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ മലയാളത്തിൽ പരിഭാഷ ഉണ്ടെങ്കിൽ വേണം എന്നാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം, ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഇത് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ആകെ മതസൗഹാർദ്ദം ആകെ തകർന്ന് തരിപ്പണമാകുമോ എന്ന് ബേജാറായി നടക്കുന്നുണ്ട്. ആ മുസ്ലിം സുഹൃത്തുക്കളുടെ പ്രതിനിധി ആണോ അഷ്റഫ് സാഹിബ് എന്ന് ഞാൻ ആശങ്കയോടുകൂടി, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, ആശങ്കയോടുകൂടി വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എന്തിലാണോ നമ്മൾ നിൽക്കുന്നത് അത് പച്ചയായി പറയാൻ എന്തിനു പേടി? ആദർശപരമായി നമ്മൾ പറയുന്നു. അതേസമയം അതീശത്വം സ്ഥാപിക്കുവാനോ ആരെയും ചീത്ത പറയുവാനോ ആരുടെയെങ്കിലും ആദർശങ്ങളെ വില കുറച്ച് കാണിക്കുവാനോ നമ്മൾ തയ്യാറല്ല. സ്വാഭാവികമായിട്ടും ഇസ്ലാമിൻ്റെ ആദർശങ്ങളിൽ ന്യായീകരണങ്ങളുള്ളതുപോലെ തന്നെ ഹിന്ദുമത വിശ്വാസിക്ക് അയാളുടെ ന്യായീകരണം ഉണ്ടാകും, ക്രിസ്തുമത വിശ്വാസിക്ക് അയാളുടെ ന്യായീകരണം ഉണ്ടാകും. അവർ പറയട്ടെ, കേൾക്കട്ടെ, സമൂഹം മനസ്സിലാക്കട്ടെ, ചോദ്യം ചെയ്യട്ടെ, പഠിക്കട്ടെ. മതം എന്നുള്ളത് കുറച്ച് പുരോഹിതന്മാരുടെ ഏർപ്പാടാണ്, അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ കേട്ടാൽ മതി, വേറെ ഒന്നും പാടില്ല, വേറെ പരസ്പരം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം ചോദ്യം ചെയ്യപ്പെടട്ടെ എന്ന സിദ്ധാന്തം കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്ന് അവതരിപ്പിക്കുകയാണ്. മതം ചോദ്യം ചെയ്യപ്പെടട്ടെ. മതം സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ളതാണെങ്കിൽ ആ പരിവർത്തിപ്പിക്കുവാനുള്ള മതത്തിൻ്റെ വിഷയത്തിലൊരു സംശയം ഹൃദയത്തിൻ്റെ കോണുകളിൽ അവശേഷിക്കുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടട്ടെ. ചോദ്യം ചെയ്യപ്പെടുമ്പോൾ തകരുന്ന ആകാശക്കോട്ടകളല്ല ഇസ്ലാമിക ആദർശത്തിനുള്ളത് എന്ന പൂർണ്ണ ബോധ്യം കൊണ്ട് തന്നെയാണ് അത് പറയാൻ തയ്യാറാകുന്നതും അത് തുറന്ന് പറയാൻ തയ്യാറാകുന്നതും. പലപ്പോഴും സങ്കടകരമാണ് ഈ രംഗത്തെ അവസ്ഥാവിശേഷം എന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടാണ് പറയണത്. തൃശ്ശൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഓപ്പൺ ഡയലോഗിന് അവിടുത്തെ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച ഒരു ഓപ്പൺ ഡയലോഗിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അന്ന് പങ്കെടുത്ത സ്വാമിജി, അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനാണ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് കാര്യമായിട്ട് സ്പീച്ച് നടത്താറുള്ളത്, മലയാളത്തിൽ സുന്ദരമായി പ്രസംഗിക്കും ആ സ്വാമിജി. അദ്ദേഹം തുറന്ന് സംസാരിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയുക? അവരുടെ അടുത്ത് ഖുർആനുള്ളിടത്തോളം കാലം ഖുർആനിൽ പറയുന്നത് എന്താ? ഒരു ഹിന്ദുവിനെ കണ്ടാൽ തല നീട്ടി വെട്ടണം എന്നല്ലേ, പിന്നെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയാൻ? അദ്ദേഹം ആയത്തുദ്ധരിച്ചു. സൂറത്ത് മുഹമ്മദിലെ ആയത്തുദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ വേദിയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാമിനെ സമർപ്പിക്കുവാൻ അവസരം ലഭിച്ച വ്യക്തി എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആനിലെ ആയത്തിനെ കുറിച്ച് കൃത്യമായി ഒരു 10 മിനിറ്റ് വിശദീകരിച്ചപ്പോൾ ആ വിശദീകരണത്തിന് ശേഷം ഈ സ്വാമിജി വളരെ വ്യക്തമായി ആ വേദിയിൽ നിന്ന് പറഞ്ഞു. ആ വേദിയിൽ നിന്ന് തുറന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് പറഞ്ഞതല്ല, ഞങ്ങൾ വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞു, കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഈ ആശയം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇന്ന പുസ്തകത്തിൽ നിന്നല്ലേ ഡോക്ടർ എ ഘോഷിൻ്റെ ഖുർആൻ ആൻഡ് കാഫർസ് എന്ന പുസ്തകത്തിൽ നിന്നല്ലേ ഈ കൊട്ടേഷൻ എടുത്തതെന്ന് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചപ്പോൾ സംഭവം അതിൽ നിന്ന് തന്നെയാണ്. ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൻ്റെ 48 ആയത്തുകൾ സെലക്ട് ചെയ്തെടുത്ത് ആ ആയത്തുകളിലെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ സന്ദർഭത്തെ തീരെ പരിഗണിക്കാതെ എടുത്തുദ്ധരിക്കുകയും അങ്ങനെ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ മുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടിടത്ത് വെച്ച് വെട്ടണമെന്ന് പറയുന്ന ഒരു പുസ്തകമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ഒരു പുസ്തകം. ആ പുസ്തകം ഈ സ്വാമിജിയിൽ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിലും വിദേശങ്ങളിലും നടത്തിയ ഹിന്ദു ബുദ്ധിജീവികളുടെ മുന്നിൽ ഈ ആശയങ്ങൾ സമർപ്പിക്കുവാൻ സമർത്ഥനായ ആ സ്വാമിജിയുടെ മനസ്സിനെ ഈ പുസ്തകത്തിലെ കൊട്ടേഷൻ സ്വാധീനിച്ചു. ആ കൊട്ടേഷൻ സ്വാധീനിച്ച് അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ പ്രഭാഷണങ്ങളിൽ എന്തൊക്കെ പറഞ്ഞു എന്ന് നമുക്കെന്താ അറിയാം? നമുക്ക് അദ്ദേഹവുമായി ഒരു അവസരം ലഭിച്ചപ്പോൾ തിരുത്തി കൊടുക്കാൻ അവസരം ഉണ്ടായി. അതിനുശേഷം ഏതായിരുന്നാലും ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം നിഷ്കളങ്കരായ ഒരു മനുഷ്യനാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മളുള്ളൊരു വേദിയിൽ തന്നെ അദ്ദേഹം തുറന്ന് പറയാൻ തയ്യാറായത്. അതിനുശേഷം അദ്ദേഹം അറിഞ്ഞെടുത്തോളം ഇത്തരം ഒരാശയം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെ ഇവിടെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള നമ്മൾ കുറേ വയത് പറയുന്നു, നമ്മൾ കുറേ കാര്യങ്ങൾ പ്രസംഗിക്കുന്നു, ശരിയാണ്, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ ഇത് തെറ്റിദ്ധാരണകൾ മൂലം മനസ്സ് അന്ധമായി മാറിയ സ്വാഭാവികമായും ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഇപ്പം മുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടണം എന്ന് പറയുന്ന ഒരു പുസ്തകം, ആ പുസ്തകം തൊക്കിൽ വെച്ച് നടക്കുന്ന ഒരു സുഹൃത്തിനോട് ഒരു നല്ല മുസ്ലിമാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിരോധം ഉണ്ടാവും. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, എന്നെ അവസരം കിട്ടിയാൽ കൊല്ലാൻ നടക്കുകയാണ് ഇയാൾ, ആ പുസ്തകമായിട്ടാണ് അയാൾ നടക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് വിരോധം ഉണ്ടാവില്ലേ?
ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനെ വിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ, ആ പരിശുദ്ധ ഖുർആൻ വിശുദ്ധ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അത് പ്രചരിപ്പിക്കുന്നു, അതനുസരിച്ച് ആഹ്വാനങ്ങൾ നടത്തുന്നു, അതിനുവേണ്ടി അതിൻ്റെ ക്ലാസ്സുകൾ നടത്തുന്നു, അതനുസരിച്ച് പരിശീലനം നൽകുന്നു, ഖുർആൻ ക്ലാസ്സുകൾ, ഖുർആൻ പഠന കോഴ്സ്, ഖുർആൻ പഠന ശിബിരം ഇതെല്ലാം നടക്കുന്നു. അപ്പോൾ ഇത് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം എന്തിനുള്ളതാ? ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള വർക്കുകളല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകും. ആ തെറ്റിദ്ധാരണ ഉൾക്കൊള്ളുന്ന സുഹൃത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്കത് ചോദിക്കാൻ, അയാൾക്കത് തുറന്ന് ചോദിക്കാൻ, അയാൾക്കത് പറയാൻ, അയാൾക്കത് വിമർശനാത്മകമായി വിശകലനം ചെയ്യാൻ പറ്റിയ വേദികൾ നമ്മൾ കൊടുത്തു. നമ്മൾ ആകെ അവർക്ക് ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എന്താ? ഖുർആങ്ങൾ തുടരുത്, തൊട്ടങ്ങളെ കണ്ണു പൊട്ടിട്ടോന്ന്. അവർ ഇൽമ ഖുർആനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന സംവാദങ്ങൾ നടക്കട്ടെ. ആശയങ്ങളെ ഉള്ളിലൊലിപ്പിച്ച് കേവലം നേരത്തെ വിശാവതരണത്തിൽ പറഞ്ഞതുപോലെ എല്ലാം ശരി എന്ന് പറയാൻ ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്, ഒരു ഏർപ്പാടാണത്. അതല്ല, നാം ശരിയെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട് കൃത്യമായി സ്ഥാപിക്കപ്പെട്ടു. നിങ്ങൾക്ക് പരിശോധിക്കാം, വിമർശിക്കാം, വിമർശനങ്ങൾ ഉന്നയിക്കാം. തീർച്ചയായും ഇസ്ലാമാണ് സത്യമെന്ന് പൂർണ്ണമായി ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. വിമർശിക്കാം, വിമർശനാത്മകമായി വിശകലനം ചെയ്യാം. ആ രൂപത്തിൽ മതസമൂഹങ്ങൾ സന്നദ്ധമായാൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു കേരളീയ സമൂഹത്തിന് നഷ്ടപ്പെട്ടത് ഈ സംവാദത്തിൻ്റെ സംസ്കാരമാണ്. ഈ സംവാദത്തിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ മുൻപ് നമ്മുടെ വീടുകളിൽ ആദർശപരമല്ലെങ്കിലും പരസ്പരം അറിയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്നെന്താ? നമ്മളെല്ലാവരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സായി, വെള്ളം കിടക്കാത്ത അറകൾ. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ രൂപത്തിലായി മാറുന്നതിന് പകരം ആശയതലത്തിലും കർമ്മതലത്തിലും പരസ്പരം പങ്കുവെക്കലിൻ്റെ സംസ്കാരം ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള വേദി കൂടിയാണിത്, ഇത്തരം വേദികൾ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഭയപ്പെടേണ്ടതില്ല, ബേജാറാവേണ്ടതില്ല. കേരളത്തിൻ്റെ മത അന്തരീക്ഷത്തിൽ ഒരു കുഴപ്പവും പടച്ചവും വേണ്ടിച്ചിട്ട് ഇത്തരം പരിപാടികൾ വഴി ഉണ്ടാകില്ല. ആരും കുഴപ്പമുണ്ടാക്കാൻ ബോധപൂർവ്വം ശ്രമിക്കാൻ ഞാൻ മതി. ഒരു ചോദ്യം എഴുതി തന്നത് വായിക്കുകയാണ്. വളരെ നിഷ്കളങ്കമായ ചോദ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വായിക്കുന്നത്. രാമചന്ദ്രൻ എന്ന സഹോദരൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറേ സംശയങ്ങളാണ്. പാലച്ചിറമാട് കോഴിച്ചിന ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഒന്നാമത്തെ ചോദ്യം: ഇസ്ലാം മതത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ? 2, മക്കയിൽ കഅബം എന്നാൽ എന്ത്? അത് എന്താണ്? അത് സ്വർണം കൊണ്ടാണോ, വെള്ളി കൊണ്ടാണോ, പഞ്ചലോഹം കൊണ്ടാണോ, മരം കൊണ്ടാണോ, മണ്ണുകൊണ്ടാണോ, കരിങ്കല്ല് കൊണ്ടാണോ? 3, നിങ്ങൾക്ക് 5 നേരം നമസ്കാരം ഉണ്ടല്ലോ, അത് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ആണല്ലോ നിർവഹിക്കുന്നത്. അത് കിഴക്ക്, തെക്ക്, വടക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചുകൂടെ? 4, അറേബ്യൻ നാടുകളിൽ ആദ്യ മതം ഏതായിരുന്നു? 5, മുഹമ്മദ് നബി ഏത് കൊല്ലം ജനിച്ചു? തീയതി, ദിവസം, സ്ഥലം, നഗരം, കുടുംബം. നമ്മുടെ കോഴിച്ചനയിലെ പാലച്ചിറമാടുള്ള രാമചന്ദ്രൻ്റെ സംശയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടോന്ന്. ഒറ്റവാക്കിലുള്ള ഉത്തരം ഇല്ലാന്ന്. വിഗ്രഹാരാധനയോ സൃഷ്ടികർത്താവായ തമ്പുരാനെ അല്ലാത്തവരെ ആരാധിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. മക്കയിൽ കഅബം എന്നാൽ എന്താണ്? മക്കയിലെ കഅബാലയം ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്. സ്രഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് മക്ക രാജ്യത്തെ കഅബാലയം. അതാണ് അതിൻ്റെ പ്രസക്തി. അത് എന്താണ്? സ്വർണം കൊണ്ടോ, വെള്ളി കൊണ്ടോ, പഞ്ചലോഹം കൊണ്ടോ, മരം കൊണ്ടോ, മണ്ണ് കൊണ്ടോ, കരിങ്കല്ല് കൊണ്ടോ? സാധാരണ കല്ലുകൊണ്ട് പടുത്തുയർത്തിയ ഒരു കെട്ടിടം. ഇതാണ് കഅബാലയം. ഒരു ചെറിയ കെട്ടിടം, ഏകദേശം ഈ സ്റ്റേജിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു കെട്ടിടം, അത്രേ ഉള്ളൂ കഅബാലയം. ഇത് ആദ്യമായി പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനമാണ്.
നിങ്ങൾക്ക് 5 നേരം നമസ്കാരമുണ്ടല്ലോ, അത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണല്ലോ, അത് കിഴക്ക് തെക്ക് വടക്ക് ഭാഗത്തോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചുകൂടെ? പറ്റില്ല. കിഴക്കോട്ടും തെക്കോട്ടും എല്ലാം തിരിയാം. അതിന് നമ്മൾ ആദ്യം യാത്ര ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പടിഞ്ഞാറ് എന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയില്ല, ദിക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയില്ല. അല്ലെങ്കിൽ കിഴക്ക് എന്ന് പറഞ്ഞ ദിക്കിനൊരു പ്രത്യേകതയില്ല. മറിച്ച് കഅബാലയത്തിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്. എന്തുകൊണ്ട്? ഇവിടെ ഇസ്ലാമിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ലാമിൽ ആരാധനകളിലെല്ലാം തന്നെ സമൂഹ പ്രസക്തമാണ്. വിശേഷിച്ചും നമസ്കാരം ഒരു നേതാവിൻ്റെ കീഴിൽ അണികൾ നിന്ന് നമസ്കരിക്കേണ്ട ഒരു രീതിയാണുള്ളത്. ഒരു നേതാവ് ഉണ്ടാകും, ഒരു ഇമാമെന്ന് പറയും. ഇമാമിന് പിന്നിൽ ബാക്കിയുള്ളവർ അണിനിരന്നുകൊണ്ട് ഇമാം ചെയ്യുന്നത് പോലെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങളുണ്ട്, പക്ഷേ പൊതുവായുള്ള നമസ്കാരം അങ്ങനെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ആ നമസ്കാരത്തിന് ഒരു ദിക്ക് നിർബന്ധമായി വേണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരാൾ കിഴക്കോട്ട്, ഒരാൾ പടിഞ്ഞാറോട്ട്, ഒരാൾ തെക്കോട്ട്, ഒരു ഇമാമിൻ്റെ കീഴിൽ, ഒരു നേതാവിൻ്റെ കീഴിൽ നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ലല്ലോ. ഒരു കെട്ടിടത്തിൽ നിന്നിട്ട് ഒരു നേതാവിൻ്റെ കീഴിൽ കൃത്യമായി ചെയ്യുമ്പോൾ ഒരാൾ പല സ്ഥലത്തേക്കും തിരിഞ്ഞു നിന്നിട്ട് ആയിരുന്നാലും പറ്റില്ല. അപ്പോൾ ഒരു ദിക്ക് അനിവാര്യം. ഇവിടെ ദിക്ക് എന്തിനെയാണ് ഇസ്ലാം തിരഞ്ഞെടുത്തത്? ഇസ്ലാം തിരഞ്ഞെടുത്തത് ഏതാ? ലോകത്ത് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനത്തെ, ആ ഭവനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമസ്കരിക്കട്ടെ എല്ലാവരും തീരുമാനിച്ചു. പടച്ചോൻ തീരുമാനിച്ചതാണത്. അതിൻ്റെ ആ ഭവനത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ആളുകൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക, ആ ഭവനത്തിൻ്റെ തെക്ക് വശത്തുള്ള ആളുകൾ വടക്കോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുക, ആ ഭവനത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആളുകൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കുക. ഇങ്ങനെ ആ ഭവനത്തെയാണ് അഭിമുഖീകരിച്ച് നമസ്കരിക്കുന്നത്. ഇവിടെ ഈ നമസ്കാരത്തിലൂടെ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വം കൂടി പ്രയോഗവൽക്കരിക്കപ്പെടുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്താണ്? ഒരേ ഒരു ദൈവം, ഒരൊറ്റ ജനത, സ്രഷ്ടാവായ തമ്പുരാൻ, അവനെ ആരാധിക്കുന്ന ഒരേ സമൂഹം. ഇവിടെ ആ ഒരു സമൂഹം എന്നുള്ള ചിന്ത ഒരു കേന്ദ്രത്തിൽ പൂർണ്ണമായി മനുഷ്യൻ്റെ മനസ്സിനെ ഒരു കേന്ദ്രത്തിലേക്ക് തിരിക്കുകയാണ്, സ്രഷ്ടാവായ തമ്പുരാനിലേക്ക്. അതോടൊപ്പം തന്നെ ഒരു കേന്ദ്രത്തിലേക്ക് തിരിയുകയാണ്. ആ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത നോക്കുക നിങ്ങൾ. ഖുർആന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ നമസ്കരിക്കുന്ന മുസ്ലിങ്ങൾ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളോട് നിങ്ങൾ നമസ്കരിക്കുന്ന ഡയറക്ഷനിൽ മുന്നോട്ട് നടക്കാൻ പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങളും ഒരു കേന്ദ്രത്തിലെത്തും, ഒരൊറ്റ കേന്ദ്രത്തിൽ, അല്ലേ? ഒരേ കേന്ദ്രത്തിലെത്തും. അതേതാ കേന്ദ്രം? ഏതെങ്കിലും വിഗ്രഹം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമല്ല. സ്രഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനത്തിൽ എത്തും. ആ സ്രഷ്ടാവായ തമ്പുരാനെ ആരാധിക്കുന്ന ആ ആരാധനക്ക് അതിന് ഒരു ദിശ നിർബന്ധം. ആ ദിശ തിരഞ്ഞെടുത്തപ്പോൾ പടച്ചോൻ ആ ദിശ തിരഞ്ഞെടുത്തു. എന്താ? എല്ലാവരും നടന്നാൽ, എല്ലാവരും ആ നമസ്കരിക്കുന്ന കേന്ദ്രത്തിലേക്ക്, തിരിഞ്ഞ് നമസ്കരിക്കുന്ന കേന്ദ്രത്തിലേക്കാണ് നടന്നാൽ ഒരൊറ്റ പോയിന്റിലാണ് എത്തുക, ഒരേ പോയിന്റിൽ. അതേസമയം തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ പറഞ്ഞതെങ്കിലോ നടത്തം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും കൂട്ടിമുട്ടൂല. നമുക്കറിയാമല്ലോ, ഭൂമി ഉരുണ്ടിട്ടാണ്, അല്ലേ? ലോകത്തെ എല്ലാവരും തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ തിരിഞ്ഞ് നമസ്കരിക്കുന്ന ആ ദിക്കിൽ നടക്കാൻ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാവരും നടക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ, എവിടെയും എത്തൂല. എന്തുകൊണ്ടെന്നാൽ ഭൂമി ഉരുണ്ടിട്ടായതുകൊണ്ട്. അതേസമയം ഭൂമിയിലെ ഏത് ദിക്കിലുള്ള മനുഷ്യനാണെങ്കിലും സട്ടാവായ തമ്പുരാനെ സാഷ്ടാംഗം നമിക്കുന്ന മനുഷ്യൻ, അങ്ങനെ സാഷ്ടാംഗം നമിക്കുന്ന ദിക്കിലേക്ക് നടന്നാൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനപരമായി ഹൃദയം, അവരുടെ മനസ്സ്, അവരുടെ ഏകത, അവരുടെ സട്ടാവായ തമ്പുരാൻ ഒന്ന്, ആ മനുഷ്യ സമൂഹം ഒന്ന് എന്നുള്ള പൂർണ്ണമായ സങ്കുചിതത്വങ്ങളിൽ നിന്ന് മുക്തമായ ആശയത്തിൻ്റെ പ്രകടനാത്മകത ഇവിടെ നിർവഹിക്കപ്പെടുന്നു എന്ന് വ്യക്തമാകുവാൻ വേണ്ടിയാണ്. അവിടെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഏതെങ്കിലും ദിക്കിലേക്ക് തിരിയുക എന്നതിലല്ല പുണ്യം, മറിച്ച് സർവേശ്വരനായ തമ്പുരാനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ആ തമ്പുരാൻ പഠിപ്പിച്ചു, പറഞ്ഞു, അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിയണത്. വേറൊന്നും കൊണ്ടല്ല. നമ്മൾ മുസ്ലിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിച്ചതല്ല. നമുക്ക് ഇനിയിപ്പോൾ കഅബാലയത്തിന് തിരിയാമെന്ന് മുസ്ലിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ചതല്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റൂല. മറിച്ച് എന്താ? പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു. എന്നെ നിങ്ങൾ ആരാധിക്കുമ്പോൾ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുന്നിലല്ല, ഏതെങ്കിലും ദിക്കിലേക്കല്ല, മറിച്ച്
സ്രഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം തിരിഞ്ഞ് നമസ്കരിക്കുക എന്ന്, അതാണ് ആ രംഗത്തെ നിർദ്ദേശം. അറബ്യൻ നാടുകളിലെ ആദ്യത്തെ മതം ഏതായിരുന്നു? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അറബ്യൻ നാടുകളിൽ ആദ്യത്തെ മതം ഏതായിരുന്നു എന്ന്. അത് യഥാർത്ഥത്തിൽ എല്ലാ നാട്ടിലുള്ള ആദ്യത്തെ മതം, പ്രവാചകന്മാർ പഠിപ്പിച്ച മതം ഇസ്ലാമായിരുന്നു. ഇസ്ലാം എന്ന് പറയുമ്പോൾ മുഹമ്മദീയ മതം എന്ന് മനസ്സിലാക്കരുത്, നേരത്തെ പറഞ്ഞല്ലോ. ഇസ്ലാം എന്ന് പറയുമ്പോൾ സ്രഷ്ടാവായ തമ്പുരാനെ സമർപ്പിക്കുക എന്നാണ്. ആ സ്രഷ്ടാവായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കുക എന്നാണ് പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയണോ, നിങ്ങൾ ഒന്നാമതായി പറയണം എന്താ? കുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹിമ വഇസ്മായില വഇസാഖ വയാഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസ വഈസ വന്നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 84-ാമത്തെ വചനമാണ്. നിങ്ങൾ പറയണം, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞോ? ഇല്ല, ഞങ്ങൾ അബ്രഹാമിന്, ഇസ്മയേലിന്, ഇസാക്കിന്, യാക്കോബിന്, യേശുവിന്, മോശയ്ക്ക്, യാക്കോബിൻ്റെ സന്തതികൾക്ക് എന്നു വേണ്ട ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ എവിടേക്കെല്ലാം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർ തമ്മിൽ, ഈ പ്രവാചകന്മാർ തമ്മിൽ ഒരു വ്യത്യാസം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. ആ പ്രവാചകന്മാർ ചിലർ ഞങ്ങളാൾ, ചിലർ നിങ്ങളാൾ, ചിലർ ഇന്ന ദേശത്തുകാർ, ചിലർ അറബികൾ, ചിലർ ഇന്ത്യക്കാർ, ചിലർ മറ്റേ പ്രദേശത്തുകാർ, അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. കാരണം എന്താ? ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശത്തെ ജീവിതത്തിൽ പുലർത്തുന്ന മുസ്ലിങ്ങളാണ് ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഈ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ലോകത്തെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശം, മനുഷ്യകുലത്തിൻ്റെ അടിസ്ഥാന ആദർശം, മനുഷ്യൻ്റെ ആദ്യ പിതാവ് പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ്. അഥവാ ജീവിതത്തെ സർവേശ്വരനായ തമ്പുരാനെ സമർപ്പിക്കുക എന്ന ആദർശമാണ്. മുഹമ്മദ് നബി ഏത് കൊല്ലം ജനിച്ചു, തീയതി, ദിവസം, സ്ഥലം, നഗരം, കുടുംബം, ഇത് നിങ്ങൾക്ക് ഏത് പുസ്തകത്തിൽ ലഭിക്കും? AD 571 ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൃത്യമായി രേഖപ്പെടുത്തപ്പെടാത്തത് കൊണ്ട് തന്നെ ഡേനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റബിയുൽ അവൽ 9-നാണ്, അതേപോലെ തന്നെ റബിയുൽ അവൽ 12-നാണ് എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ചയാണ് പ്രവാചകൻ്റെ ജനനം. തിങ്കളാഴ്ചയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹിയായി വന്ന ഹദീസുകളുള്ളതുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹി തന്നെ പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലാക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഗണിച്ച് കണക്കുകൂട്ടി എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് പല പുസ്തകങ്ങളിലും ചില വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകും എന്നാണ്. അതിപ്പോൾ നമ്മുടെ വിഷയവുമായി എങ്ങനെയാണ് ബന്ധപ്പെടാമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ സുഹൃത്ത് ഉദ്ദേശിച്ച മുഹമ്മദ് നബി സ്ഥാപിച്ചതല്ലേ ഇസ്ലാം എന്നാണെങ്കിൽ അല്ല, മുഹമ്മദ് നബി സ്ഥാപിച്ച ഒരു മതത്തിൻ്റെ പേരല്ല ഇസ്ലാം. അതിന് മുമ്പ് എന്തായിരുന്നു അറബികളുടെ മതം എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തെ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ മുഹമ്മദ് നബി ഒരു പുതിയ മതം സ്ഥാപിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് നബി പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച മതം പൂർണ്ണമായി സമ്പൂർണ്ണമായി മനുഷ്യകുലത്തിന് മൊത്തത്തിൽ സമർപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹൈന്ദവത ഇസ്ലാം എന്ന ഈ തുറന്ന സ്നേഹ സംവാദത്തിൽ വിഷയാവതരണത്തിൽ നിന്നും ശേഷം നടന്ന ചില ചോദ്യങ്ങളുടെ മറുപടിയിൽ നിന്നും ഇസ്ലാമും ഹൈന്ദവ ദർശനങ്ങളും ഏകദൈവ സിദ്ധാന്തങ്ങളെയാണ് അംഗീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിലൂടെ ഹൈന്ദവ ദർശനം ഏകദൈവത്തെ അംഗീകരിക്കുന്നു നിങ്ങൾ പറയുന്നുവെങ്കിൽ ഈ ഹൈന്ദവത ബഹുദൈവ ആരാധനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു പറ്റം ഹൈന്ദവ സഹോദരങ്ങൾ ഗുരുവായൂരിൽ പോയി അവിടെ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നു, സൃഷ്ടിപൂജ ഇസ്ലാമിലും ഹൈന്ദവ മതത്തിലും ഇല്ല എന്നും വിഷയാവതരണത്തിൽ നിന്നും ശേഷമുള്ള മറുപടി നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്കിൽ ഈ ഗുരുവായൂരിൽ പോയി സൃഷ്ടിപൂജ നടത്തുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഹൈന്ദവാദർശങ്ങൾ അംഗീകരിക്കാത്തവരാണെന്നും അതുപോലെ അവർ ബഹുദൈവ ആരാധകരാണെന്നും നമുക്ക് പറയേണ്ടി വരില്ലേ? അതുപോലെ തന്നെ ഇസ്ലാമും ഏകദൈവ ആദർശത്തെ അംഗീകരിക്കും നിങ്ങൾ പറയുമ്പോൾ ഈ ചെമ്മാടിൻ്റെ അടുത്ത പ്രദേശമായ മമ്പുറത്ത് പോയി പല ആളുകളും അവിടെ വ്യക്തിപൂജ സൃഷ്ടിപൂജ നടത്തുന്നുണ്ട്. ആ ഇസ്ലാം ഏകദൈവത്തെ അംഗീകരിക്കുമ്പോൾ ഒരു സൃഷ്ടിയെ പൂജിക്കുന്നത് ബഹുദൈവാരാധന ആവുകയും ബഹുദൈവാരാധന ഇസ്ലാമിൽ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ല എന്ന് പറയേണ്ടി വരും. ഇതിനെക്കുറിച്ച് അക്ബർ സാർ വിശദീകരിച്ചാലും. അബ്ദുള്ള, കോഴിക്കോട്, പേര്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് സുഹൃത്തിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശം അത് ഇസ്ലാമാണ്.
ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഹൈന്ദവ ദർശനം എന്ന് പറയുമ്പോൾ ആ ഹിന്ദു മതം ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഇന്ത്യയിലുണ്ടായ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നുവെങ്കിൽ ആ പദപ്രയോഗം കൊണ്ടുള്ള വിവക്ഷ അതാണെങ്കിൽ പല വീക്ഷണങ്ങളും പല രൂപങ്ങളും ഉണ്ട്, പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ ബഹുദൈവ ആരാധനയിൽ അധിഷ്ഠിതമായ ആശയങ്ങൾക്ക് ദാർശനികമായ അടിത്തറ നൽകുന്ന ഗ്രന്ഥങ്ങൾ ഹൈന്ദവ ആദർശത്തിൻ്റെത് തന്നെ ഉണ്ട്, പുരാണങ്ങളുണ്ട്. അതേപോലെ തന്നെ സൃഷ്ടിപൂജക്ക് ഉപോത്ബലകമായി ഈ അദ്വൈത ആദർശത്തെയും മറ്റും നിർദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങളും മറ്റ് പരാമർശങ്ങളും പല ഗ്രന്ഥങ്ങളിലുണ്ട്. അത് നേരത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചു. പിന്നെ ഇവിടെ ഏതെങ്കിലും ആളുകൾ മുസ്ലിങ്ങളല്ലേ ആണോ അല്ലേ എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. സൃഷ്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്. സൃഷ്ടികൾ ആര് തന്നെയായിരുന്നാലും, അത് എത്ര ഉന്നതന്മാരായിരുന്നാലും അധമന്മാരായിരുന്നാലും അവരൊന്നും തന്നെ ആരാധിക്കപ്പെട്ടുകൂടാ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടുകൂടാ. അവരെ എല്ലാവരെയും ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അവർ പ്രവാചകന്മാരാണെങ്കിൽ അവരെ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. മഹാന്മാരാണെങ്കിൽ ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചവരാണെങ്കിൽ അവരുടെ പാത പിന്തുടരേണ്ടതുണ്ട്. പക്ഷെ അവരെ ആരെയും ആരാധിച്ചുകൂടാ. ഇസ്ലാം സവിശേഷമായി സ്ഥിതി ചെയ്യുന്നത് തന്നെ ഇവിടെയാണ്. എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കുകയും അവരെ അനുഗമിക്കുകയും ചെയ്യുകയാണ് ഒരു മുസ്ലിമിൻ്റെ കർത്തവ്യം. ആ പ്രവാചകന്മാരെ മുഴുവനും ആദരിക്കുന്ന ഒരു മുസ്ലിം ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആദർശങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ പ്രവാചകന്മാരെ ആദരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ യേശു ക്രിസ്തുവിനെ ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരാൾ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ ആര് തന്നെയായിരുന്നാലും ഇന്ത്യയിൽ ജീവിച്ച ഏതൊരു പുണ്യ പുരുഷനായിരുന്നാലും അയാളെ ആദരിക്കുമ്പോൾ അയാൾ മുസ്ലിമാണ്. അതേസമയം ആ പുണ്യപുരുഷന്മാരെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇത് കേവലം വൈദേശികമായ പുറത്തുള്ള വ്യത്യാസം മാത്രമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന, ജീവിതത്തിൻ്റെ എല്ലാ രംഗവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അനുക്രമം ചെയ്തുകൊണ്ട് അതേപോലെ യാകണമെന്ന് ആഗ്രഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തെ അനുധാവനം ചെയ്യുമ്പോൾ ഒരാൾ മുസ്ലിമാണ്. എന്നാൽ അദ്ദേഹത്തെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യം. എന്നാൽ ഈ ആരാധന എന്താണ് എന്നുള്ള വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സൃഷ്ടാവായ തമ്പുരാൻ, ആ സൃഷ്ടാവായ തമ്പുരാന് മാത്രം നൽകേണ്ട അവൻ്റെ അവകാശമായിട്ടാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ആരാധനയുടെ എല്ലാ വശങ്ങളെയും പഠിപ്പിക്കുന്നത്. ആരാധനയാകട്ടെ, ആരാധനയുടെ മജ്ജയാകട്ടെ, ആരാധനയുടെ അടിത്തറയാകട്ടെ, അദ്ദുആ ഹുവൽ ഇബാദ എന്നുള്ള വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആരാധന. തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ മുഴുവനും ആരാധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ ആർക്ക് ചെയ്താലും അത് അവർക്കുള്ള ആരാധനയാണ്. ആർക്ക് തന്നെയായിരുന്നാലും, അത് പുണ്യപുരുഷനായിരുന്നാലും ശവകുടീരമായിരുന്നാലും വിഗ്രഹമായിരുന്നാലും അതല്ല മനുഷ്യ ദൈവമായിരുന്നാലും ജീവിച്ചിരിക്കുന്ന പുണ്യപുരുഷന്മാരായിരുന്നാലും ആര് തന്നെയായിരുന്നാലും, അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ആര് തന്നെ ചെയ്താലും ആ വ്യക്തിക്കുള്ള ആരാധനയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനമാണ്. സംശയമൊന്നുമില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ഞാൻ സുഹൃത്തുക്കളോട് പറഞ്ഞതുപോലെ ആരെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനോ ഇസ്ലാമിൻ്റെ അകത്താക്കുവാനോ ഉള്ള ഉത്തരവാദിത്തം നമുക്കില്ലാത്തത് കൊണ്ട് ആദർശപരമായി എന്താണ് ഇസ്ലാമികമായ ആദർശമെന്ന് പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറയുകയും ആ ഇസ്ലാമികമായ ആദർശത്തിന് വിരുദ്ധമായ ആദർശങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് മാത്രമേ നമുക്ക് നിർവാഹമായിട്ടുള്ളൂ. ഞാനിവിടെ സൂചിപ്പിച്ചു, കൃത്യമായി പറഞ്ഞു, സൃഷ്ടാവായ തമ്പുരാൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനാദർശം. അത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആദർശമാണ്. ആ പ്രവാചകന്മാരിൽ
ഇന്ത്യയിലേക്ക് കടന്നു വന്നവരുണ്ട്, പുറത്ത് പല സ്ഥലങ്ങളിലേക്ക് വന്നവരുണ്ട്. ആ പ്രവാചകന്മാരുടെ മുഴുവനും പിൻഗാമിയായി കടന്നു വന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കം ആരാധിക്കുവാൻ, അദ്ദേഹത്തെ അടക്കം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്ന അറിവ്. അത് കൊണ്ട് തന്നെ ഒരു മുസ്ലിം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കർമ്മവും ശരിയാവുകയില്ല, ഒരു കർമ്മവും തെറ്റാവുകയുമില്ല. ഒരു മുസ്ലിം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കർമ്മവും തെറ്റാവുകയുമില്ല. സ്രഷ്ടാവായ തമ്പുരാനല്ലാത്തവരെ ആര് ആരാധിച്ചാലും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ, ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമാണ്, ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ്, തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് വിഷയകമായി സൂചിപ്പിക്കുവാനുള്ളത്. ഹൈന്ദവ ദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ സുഹൃത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായി തോന്നുന്നു. ഹിന്ദു മതത്തിൻ്റെ എല്ലാ ആധികാരിക ഗ്രന്ഥങ്ങളും ഏകദൈവ ആരാധന മാത്രം ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്രഷ്ടാവായ തമ്പുരാൻ പറഞ്ഞയച്ച പ്രവാചകന്മാർ, ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം ഇന്ന് നിലനിൽക്കുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പോലും ഉണ്ട് എന്നതിനുള്ള തെളിവായി കൊണ്ടാണ് നമ്മൾ ഈ ഏകദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട, ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പറഞ്ഞത്. അതേസമയം ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ തന്നെ ബഹുദൈവ ആരാധനയിലേക്ക് സ്വാധീനിക്കുന്ന, ബഹുദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ആ ബഹുദൈവ ആരാധനയെ ന്യായീകരിക്കുന്ന വചനങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. കേട്ടു. ഒരൊറ്റ ഉപചോദത്തിന് മാത്രം അവസരം നൽകിയത് കൊണ്ട് ഇനി ഞാൻ എന്ത് ചോദിച്ചാലും സാറുടെ മറുപടി അംഗീകരിക്കേ വകുപ്പുള്ളത് കൊണ്ട് ചെറിയൊരു ഉപചോദ്യം കൊണ്ട് മാത്രം നിർത്തുകയാണ്. തുറന്ന സ്നേഹസംവാദത്തിൽ നിരവധി ഉപചോദ്യങ്ങൾക്കുള്ള അവസരങ്ങൾ വരും സംവാദങ്ങളിൽ കൊടുക്കാൻ സാറ് തന്നെ അതിന് തീരുമാനമെടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഉപചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിൽ സൃഷ്ടിപൂജ ഇല്ല, ഇസ്ലാം ഏകദൈവ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു ഈ പല ആളുകളെയും വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രമാണ് ആരാധന എന്ന് സാറ് പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന് പറയുന്ന അർത്ഥം താങ്കൾ നൽകിയത് പ്രാമാണികമായ പിന്തുണയോടുകൂടി തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആരാധനയും വിളിച്ചു പ്രാർത്ഥനയും രണ്ടാണ്. എല്ലാ പ്രാർത്ഥനയും ആരാധനയല്ല. അത് പ്രാമാണികമായി പിന്തുണയോടുകൂടി താങ്കൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ലെന്നാണ് വിശ്വാസം. എനിക്ക് അവസരമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊന്ന് സാറ് പറഞ്ഞു, ആദരവിൻ്റെ വ്യക്തിപൂജയുടെ സൃഷ്ടിപൂജയുടെ മതമല്ലെങ്കിലും മഹാന്മാരെ ആദരിക്കുന്ന മതമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്നത് ആദരവ് കൊണ്ടാണ്. അതുകൊണ്ട് മഹാന്മാരായ ആളുകൾ, മഹത്തുക്കളായ മമ്പുറം തങ്ങളെപ്പോലെയുള്ള ആളുകളെ ആദരിക്കുകയും അവരുടെ സമീപത്ത് പോയി ആദരസൂചകമായി അവരോട് ആദരവ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്കൾക്ക് നന്ദി. സുഹൃത്തിനെന്തോ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതല്ല മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ നടിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, പ്രാർത്ഥന തന്നെയാണ് ആരാധന എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. അദ്ദുആ എന്നതിന് മലയാളത്തിൽ നൽകാൻ കഴിയുന്ന അർത്ഥം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രാർത്ഥന എന്നാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പിന്നീട് ആദരവ് എന്ന് പറയുമ്പോൾ ആദരവ് എങ്ങനെയാണ് ഓരോരുത്തരെയും ആദരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആദരവ് ഏതൊക്കെ തലത്തിലാകാം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്താണ്? എന്നെ ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകന്മാരെ ആദരിച്ചതുപോലെ നിങ്ങൾ ആദരിക്കരുത്. എൻ്റെ ഖബറിടത്തെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുത്. ഇവിടെ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും തന്നെ കൃത്യമായി വരച്ച് കാണിച്ചിട്ടുമുണ്ട്. അതെങ്ങനെയാണ്? പ്രവാചകൻ അനുധാവനം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എല്ലാ തലത്തിലും അനുധാവനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ച ആശയങ്ങളെ പൂർണ്ണമായി സ്വന്തം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് പ്രയോഗവൽക്കരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കേണ്ടത്. ഇതേപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയെങ്കിലും ആദരിക്കുന്നുവെങ്കിൽ ആ ആദരവിൻ്റെ അടിത്തറ എന്തായിരിക്കണം? അവർ ആദർശം നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളതായിരിക്കണം. അവർ സത്യസന്ധമായ ആദർശം പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് ആ ആദരവിൻ്റെ അടിത്തറയെങ്കിൽ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സത്യസന്ധമായ ആദർശം, ആ മഹത്തുക്കളായ മനുഷ്യർ പഠിപ്പിച്ച, നമ്മളുടെ ആദരവിന് വിധേയമായ ആളുകൾ പഠിപ്പിച്ച സത്യസന്ധമായ ആദർശം, ആ ആദർശം അനുസരിച്ച് ജീവിക്കുവാനും അവർ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ആദരവ് ആരാധനയിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം, അത് ഞാനിവിടെ സൂചിപ്പിച്ചു, എവിടെയായിരുന്നാലും ആര് തന്നെയായിരുന്നാലും ആ സമ്പ്രദായം ഇസ്ലാം അനുവദിക്കുന്നതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നടത്തിയ കൽപ്പനയാണ് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, എന്നെ ജൂത ക്രൈസ്തവർ അവരുടെ പ്രവാചകന്മാരെയും പുണ്യപുരുഷന്മാരെയും ചെയ്തതുപോലെ നിങ്ങൾ ആദരിക്കരുതേ, നിങ്ങൾ എൻ്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ആരാധനയും ആദരവും എവിടെ വേർതിരിക്കുന്നു എന്നത്. അത് മനസ്സിലാക്കുന്ന വിഷയത്തിൽ കേവലമായ വളച്ചുകെട്ടിൻ്റെ മാർഗം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 9 മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. അവരൊരു 3 ചോദ്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. സമയപരിമിതി മൂലം 1 പരിഗണിക്കുകയാണ്. സുലൈഖ എഴുതി തന്ന ചോദ്യമാണ്: സ്ത്രീദിനം എന്ന പേരിൽ എൻ്റെ സഹോദരിമാർ മൈസൂർ കല്യാണം പോലെയുള്ള ചതിയിൽപ്പെട്ട് പീഡനം അനുഭവിക്കുന്നു. MM അക്ബർ സാഹിബിന് ഈ സമുദായത്തിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുമോ? സഹോദരിയുടെ ചോദ്യം സ്ത്രീധനത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് സ്ത്രീധനത്തിനെതിരെയുള്ള ഒരു ജനകീയ കൂട്ടായ്മ നമ്മുടെ അടുത്ത പ്രദേശമായ പാലത്തിങ്ങലിൽ രൂപപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, എല്ലാ വിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാർ പങ്കെടുത്തുകൊണ്ട് സ്ത്രീധനം സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്ന തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നും സ്ത്രീധനം വാങ്ങിക്കുന്നത് ഹറാമാണ് എന്നും അത് തെറ്റാണ് എന്നും ഒരിക്കലും തന്നെ അനുവദിക്കുവാൻ പാടില്ലാത്ത പാപമാണ് എന്നും അതുമൂലമാണ് ഈ സമൂഹം ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നും എല്ലാം തന്നെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അത് വിഭാഗീയമായ വ്യത്യാസങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാ വിഭാഗത്തിലും പെട്ട മുസ്ലിം പണ്ഡിതന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ വആത്തുൻ നിസാ സദഖാതിഹിന്ന നിഹ്ലതൻ, സ്ത്രീകൾക്ക് അവരുടെ സദഖ, അവരുടെ മഹർ കൃത്യമായി നിങ്ങൾ നൽകുക, മനസംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക എന്ന് പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശത്തിൻ്റെ അടിവേരറുക്കുന്ന രൂപത്തിൽ, ആ നിർദ്ദേശത്തെ കീഴ്മേൽ മറിക്കുന്ന രൂപത്തിൽ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് പണം വാങ്ങുന്ന ഏർപ്പാട് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കുന്നതല്ല, മാനവികതയ്ക്ക് നിരക്കുന്നതല്ല, മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല, അതോടൊപ്പം തന്നെ ആണത്വത്തിന് പുരുഷത്വത്തിന് നിരക്കുന്നതല്ല എന്നാണ് ഇന്നലെ അവിടെ എല്ലാ പണ്ഡിതന്മാരും ഒരേപോലെ പറഞ്ഞത്. ഇവിടെ ഈ സഹോദരി ചോദിച്ചു എന്നുള്ള നിലക്ക് അത് അതേപോലെ ആവർത്തിക്കുവാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ന് ഈ രൂപത്തിലുള്ള നവോത്ഥാനങ്ങൾ വിഭാഗീയ വ്യത്യാസമില്ലാതെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസമില്ലാതെ കടന്നു വരുന്ന ഈ ആശയത്തെ നെഞ്ചിലേറ്റുകയും ആ ആദർശത്തെ പ്രയോഗവൽക്കരിക്കുവാൻ, ഇസ്ലാം പറയുന്ന രൂപത്തിലുള്ള വിവാഹം നടക്കുവാൻ, പുരുഷൻ സ്ത്രീക്ക് ധനം കൊടുത്തുകൊണ്ട്, അവൾക്ക് മഹർ നൽകിക്കൊണ്ട്, അവൾ ആവശ്യപ്പെടുന്ന തുക നൽകിക്കൊണ്ട്, അവൾക്ക് അവളുടെ മാന്യതയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമ്മാനം നൽകിക്കൊണ്ട് വിവാഹം ചെയ്യപ്പെടുന്ന സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സലഫു സാലിഹുകളും തുടർന്ന് വന്ന ആളുകളുമെല്ലാം കാണിച്ചു തന്ന
ആ മാർഗം അതേപോലെ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുകയും ആ മാർഗം ഈ വിഷയത്തിൽ നമ്മൾ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന പ്രസംഗമല്ല, ഉപദേശമല്ല ഈ രംഗത്ത് ആവശ്യം എന്ന് നേരത്തെ പ്രോഗ്രാം ബോധ്യപ്പെടുത്തി. കാരണം എല്ലാ വിഭാഗത്തിൻ്റെ ആളുകൾക്കും ഒരേപോലെ പറയാനുള്ള സ്ത്രീധനം തെറ്റാണ്, അനിസ്ലാമികമാണ്, ഹറാമാണ് എന്ന് വരെ പണ്ഡിതന്മാർ പച്ചയായി ശക്തമായി പറയുകയുണ്ടായി. ആ ഹറാമായ ഒരു കാര്യം, ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ ഒരേപോലെ പറയുന്ന കാര്യം, അത് പാവപ്പെട്ട പെണ്ണിൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ വിയർപ്പ് തുള്ളികളിൽ നിന്ന് ഉറ്റുവീഴുന്ന, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അവരുടെ കണ്ണുനീർ തുള്ളികളിൽ നിന്ന് ഉയർക്കൊള്ളുന്ന ഈ ഹക്ക്, അവരുടെ ഈ സമ്പത്ത്, അത് ഉപഭോഗിക്കുന്ന ആളുകൾ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീധനത്തിനെതിരെ മുസ്ലിം യുവാക്കൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റ് അതിനെതിരെയുള്ള സമരങ്ങളിൽ സ്വാഭാവികമായി പങ്കാളികളാവുകയും സ്ത്രീധനരഹിതമായ വിവാഹങ്ങൾ സമുദായത്തിൽ മൊത്തത്തിൽ നടക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും വേണം. സ്ത്രീധനം എന്ന് പറയുമ്പോൾ കേവലം സമ്പത്ത്, പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അത് സ്വത്തായിരുന്നാലും അതല്ലെങ്കിൽ ആഭരണങ്ങളായിരുന്നാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. സ്ത്രീധനരഹിതമായ വിവാഹങ്ങളും അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങളും നടക്കേണ്ടതുണ്ട്. അതിന് ഈ സമുദായത്തിലെ യുവാക്കൾ വിശേഷിച്ച് സന്നദ്ധരായി മുന്നോട്ട് വരേണ്ടതുണ്ട്. സർവശക്തനായ തമ്പുരാൻ അതിന് സന്നദ്ധമായൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ, യുവസമൂഹത്തെ വാർത്തെടുക്കുവാൻ മുസ്ലിം സമുദായത്തിന് ഈ വൈകിയ വേളയിലെങ്കിലും ആർജവം നൽകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. സഹോദരന്മാരെ, ഇവിടെ ഈ ഹൈന്ദവത ഇസ്ലാം എന്ന തലക്കെട്ടിലുള്ള തുറന്ന സംവാദം അവസാനിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സംവാദം ഏതെങ്കിലും രൂപത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായോ അതല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അധീശത്വം സ്ഥാപിക്കുവാൻ വേണ്ടിയോ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാം അല്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രബോധക ജീവിതത്തിന് അവസാനം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഹജ്ജിനോടനുബന്ധിച്ച് നടത്തിയ ഖുതുബത്തുൽ വിദാഇൽ വിടവാങ്ങൽ പ്രസംഗത്തിൽ വെച്ച് അതിൻ്റെ അവസാനത്തിൽ ഈ സമുദായത്തെ മൊത്തത്തിൽ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണമായി കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടൊരു പ്രോഗ്രാമാണിത്. ആ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം, ഈ സന്ദേശം മനുഷ്യർക്കുള്ള മോക്ഷത്തിൻ്റെ, മനുഷ്യർക്കുള്ള മോചനത്തിൻ്റെ, മനുഷ്യർക്കുള്ള പൂർണ്ണമായ അർത്ഥത്തിലുള്ള വിമോചനത്തിൻ്റെ മാർഗം, ആത്യന്തികമായി സ്വർഗപ്രവേശത്തിന് മനുഷ്യരെ മുഴുവനും അർഹമാക്കുവാനുള്ള മാർഗം, ആ മാർഗത്തെ എല്ലാ ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, ആ മാർഗത്തെക്കുറിച്ച് തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഇവിടെ നടന്നത്. ഇതേപോലെ തുറന്ന സംവാദങ്ങളും നേരിട്ട് തന്നെയുള്ള മതപണ്ഡിതന്മാരുമായുള്ള സംവാദങ്ങളും പുസ്തകങ്ങളും കാസറ്റുകളും കറസ്പോണ്ടൻസ് കോഴ്സും ഇൻ്റർനെറ്റ് സൈറ്റും സ്നേഹസംവാദം മാസികയും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ പരമാവധി അനുവദിക്കപ്പെട്ട പരമാവധി മീഡിയകളിലൂടെയെല്ലാം ഈ സത്യസന്ദേശത്തെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഈ കൊച്ചു കൂട്ടായ്മ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. ഇവിടെ കൂടിയിട്ടുള്ള അമുസ്ലിം സുഹൃത്തുക്കളോട് പ്രത്യേകമായി പറയുവാനുള്ളത്, ഈ ആദർശം സത്യമാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ട് ആണ് നിങ്ങളുടെ മുന്നിൽ ഈ ആദർശം സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിക്കാം, പഠിക്കാം, കൂടുതൽ മനസ്സിലാക്കാം. സത്യം നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരവസരമുണ്ടാകും. നമുക്കിടെ എല്ലാവരും നമ്മൾ ജനിച്ചു എന്നതൊരു സത്യമാണെങ്കിൽ, നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണെങ്കിൽ, അതേപോലെ നമ്മൾ മരണപ്പെടും എന്നതൊരു സത്യമാണെങ്കിൽ, അതേപോലെയുള്ള പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് മരണത്തിന് ശേഷം നമ്മൾ പുനഃസൃഷ്ടിക്കപ്പെടുമെന്നത്. അങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെട്ടാൽ സർവേശ്വരനായ തമ്പുരാൻ പ്രത്യേകമായ ദാനം നൽകിക്കൊണ്ട്, വിശേഷ ബുദ്ധി നൽകിക്കൊണ്ട് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ച തമ്പുരാൻ നമുക്ക് ഈ സന്ദേശം എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി ദുർബലമായ കരങ്ങളുടെ ഉടമസ്ഥന്മാരെങ്കിലും ഞങ്ങളെ കൊണ്ട് ഈ കൊച്ചു കൂട്ടായ്മ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ
നിങ്ങളുടെ മുന്നിൽ ഈ സന്ദേശം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാണ്. അതോടൊപ്പം തന്നെ സർവേശ്വരനായ തമ്പുരാൻ സാക്ഷിയാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം, മനസ്സിലാക്കാം. അതിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. എറണാകുളത്തുള്ള നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാം. കറസ്പോണ്ടൻസ് കോഴ്സിൽ പങ്കെടുത്താൽ ഇസ്ലാമിനെ സമഗ്രമായി പരിചയപ്പെടുവാൻ സാധിക്കുന്ന ഒരു സമഗ്രമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെ അതിനു വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ല എങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സെൻറ്ററുകൾ ഇവിടെ അടുത്ത് തിരൂരിലും പെരിന്തൽമണ്ണയിലും സെൻറ്ററുകളുണ്ട്. ഇപ്പോൾ ചെമ്മാട്ട് തന്നെ നമ്മൾ തിരൂരങ്ങാടി റോട്ടിൽ ഒരു നിച്ച് ഓഫ് ട്രൂത്ത് സെൻറ്റർ തുടക്കം കുറിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസങ്ങളിലും സായാഹ്നങ്ങളിൽ ആ സെൻറ്ററുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കും. നമ്മുടെ കേസറ്റുകളും പുസ്തകങ്ങളും സ്നേഹസംവാദം മാസികയും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുവാനുള്ള വേദിയുമെല്ലാം തന്നെ അവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ള സഹോദരങ്ങളെ, ഈ ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സംഘടനാ സങ്കുചിതത്വങ്ങളിൽപ്പെട്ട് കേവലമായി ഈ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ രംഗത്ത് അലംഭാവം കാണിക്കേണ്ടവരല്ല നാം. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്വം ഒരു ബാധ്യതയായി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക. ആ ഉത്തരവാദിത്വം നിർവഹണത്തിൻ്റെ രംഗത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞാനിവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കേന്ദ്രങ്ങളുമായോ അതല്ലെങ്കിൽ ഇവിടെ തന്നെ ആരംഭിക്കുന്ന കേന്ദ്രവുമായോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി എടുത്തു പറയുവാനുള്ളത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ആനുകാലികമായ സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെതിരെ എല്ലാ തലങ്ങളിലും നിന്ന് വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളും അതിനുവേണ്ടി തന്നെ മീഡിയകളും സിദ്ധവൈഭവമുള്ള ബുദ്ധികളും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വിമർശനങ്ങളെയും അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ട് അതിന് മറുപടി കണ്ടെത്തേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിച്ച് ഓഫ് ട്രൂത്ത് സ്നേഹസംവാദം എന്ന പേരിൽ ഒരു ആനുകാലിക മാസിക തന്നെ തുടക്കം ആരംഭിച്ചിട്ടുള്ളത്. ആ സ്നേഹസംവാദം മാസിക അത് ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്നേഹസംവാദവുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെയുള്ള സെൻറ്ററിൽ അതിനു വേണ്ടിയുള്ള സംവിധാനമുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും സ്നേഹസംവാദത്തിൻ്റെ വരിക്കാരാക്കി മാറ്റി ഈ ആദർശ പ്രബോധന യജ്ഞത്തിൽ പങ്കാളികളാകണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മക്ക് വേണ്ടി, ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. സർവശക്തനായ തമ്പുരാനെ, ഇവിടെ ഞങ്ങൾ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ ഞങ്ങൾക്ക് കൂടിയിരിക്കുവാൻ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ആദരിക്കണമേ തമ്പുരാനെ. റഹ്മാൻ റഹീമുമായ തമ്പുരാനെ, ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലുമെല്ലാം നിന്റെ കിതാബും നിന്റെ പ്രവാചകന്റെ സുന്നത്തും സലഫു സാലിഹുകളുടെ മാർഗരേഖയും അനുധാവനം ചെയ്തുകൊണ്ട് അവയിൽ നിന്ന് ഒരിക്കലും തന്നെ വഴിതെറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുവാൻ തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ ഗഫൂറായ തമ്പുരാനെ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുടെ രംഗത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന പോരായ്മകൾ നീ പുറത്തു തരണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളിലുമെല്ലാം ഞങ്ങൾക്ക് കരളുറപ്പും നൽകി നീ ഞങ്ങളെ ഈ ആദർശത്തിൻ്റെ രംഗത്ത്, ഈ ആശയങ്ങളുടെ രംഗത്ത്, ആശയ പ്രബോധന രംഗത്തിൻ്റെ രംഗത്ത് പിടിച്ചു നിൽക്കുവാൻ, ശക്തമായി നിൽക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഈ പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകല ശത്രുതകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി,
പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണം. ആമീൻ.